ഇസ്രായേൽ ജനത്തെ നടത്തിയ ശക്തനായ മോശ ഇസ്രായേൽ ജനರು ನಡೆಸಿರುವ ಶಕ್ತನಾಗಿರುವ ಮೋಶೆ തന്റെ അവസാന സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ಆತನ ಕೊನೆಯ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದು ಪ್ರಾರ್ಥನೆ, തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ ഒക്കെ ഓർത്തുകൊണ്ട് ಆತನ ಜೀವಿತದಲ್ಲಿ ದೇವರು ಮಾಡಿದ ಉಪಕಾರವನ್ನೆಲ್ಲ തന്റെ ജീവിതത്തെ മുറ്റുമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ಆತನ ಜೀವನವನ್ನು ಪೂರ್ಣವಾಗಿ ದೇವರ ಕರೆದು തന്റെ അവസാന സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു ಆತನ പ്രാർത്ഥനയാണ്. ಕೊನೆಯ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದು ಪ್ರಾರ್ಥನೆ. നമ്മുടെ പിതാക്കന്മാർ പ്രത്യാശയുള്ളവരായിരുന്നു. ನಮ್ಮ ತಂದೆ ತಾಯಿಗಳು നമുക്ക് എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ ഉള്ളവരെല്ലാം ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നമ്മൾ പ്രത്യാശയുള്ളവരാണ്. ನಮಗೆ ನಿರೀಕ್ಷೆ ಇದೆ. നമ്മളിപ്പോ ഇന്ത്യയിൽ താമസിക്കുന്നെങ്കിലും നമ്മുടെ രാജ്യം ഇതല്ല, സ്വർഗരാജ്യമാണ്. ನಮ್ಮ ರಾಜ್ಯವಿದಲ್ಲ, ನಾವು ಸ್ವರ್ಗ അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ, ബൈബിളിലെ വിശുദ്ധന്മാർ, അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ನಮ್ಮ ತಂದೆ ತಾಯಿಗಳಿಗೆ ಈ ಬೈಬಲ್ ಅಲ್ಲಿ ಬರೆದಿರುವ ತಂದೆ ತಾಯಿಗೆಲ್ಲರಿಗೂ ಒಂದು ಪ್ರತ್ಯಾಶೆ. അതിന്റെ 15ാമത്തെ വാക്യമാണ് ഇന്ന് അല്പസമയം ചിന്തിക്കുക. ಅದರ 15ನೇ വാക്യವಾಗಿದೆ ನಾವು ಚಿಂತೆ ಮಾಡಲು. മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക്, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത്. ഇവിടെ മോശ പറയുകയാണ്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചില നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ദൈവത്തിന് മടക്കി തരുവാൻ കഴിയും. അതാണ് ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ. അതിന്റെ അർത്ഥം ഞങ്ങളൊരു സന്തോഷത്തിലായിരുന്നു, എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില ക്ലേശങ്ങളുണ്ട്. അത് ചിലപ്പോൾ രോഗമാണ്, സാമ്പത്തിക ഭാരമാകാം, തലമുറകളെ കുറിച്ചുള്ള ബന്ധമാകാം, ആത്മീയം നഷ്ടപ്പെട്ടതായിരിക്കാം, ദൈവവുമായുള്ള ബന്ധം കുറഞ്ഞതായിരിക്കാം. ഇങ്ങനെ പലതും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ദൈവം മടക്കി തരുമെന്ന് മോശ ദൈവജനത്തോട് പറയുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്? നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു ദൈവം. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഉൽപ്പത്തി പുസ്തകം വായിക്കേണ്ട യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും, വാഗ്ദത്തം ലഭിച്ച മകനാണ് യാക്കോബ്. ആ യാക്കോബ് 25 വർഷമാണ് അലഞ്ഞു നടന്നത്. തന്റെ സ്വന്തം സഹോദരനെ പേടിച്ച് താൻ തന്റെ അമ്മായിയപ്പന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോയി, അമ്മാവന്റെ ഭവനത്തിലേക്ക് അവിടെ എന്തെല്ലാം കഷ്ടതകളാണ് സഹിച്ചത്. അങ്ങനെ 25 വർഷം താൻ വട്ടം ചുറ്റുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി പറയുകയാണ്, ചില വർഷങ്ങളായി വട്ടം ചുറ്റുന്ന പോലെ ചുറ്റി നടക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ ദൈവം നിനക്ക് സന്തോഷം നൽകുവാൻ പോവുകയാണ്. 25 വർഷം കഷ്ടതയിലൂടെ പോയ യാക്കോബ് പിന്നെ യാബോക്കിന്റെ കടവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് മല്ലുപിടിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ 25 വർഷം അനുഭവിച്ചു, ഇത് എനിക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല. ചില നാളുകളായി കഷ്ടതയിലൂടെ പോകുന്ന ദൈവജനത്തോട്, ചില നാളുകളായി രോഗത്തിലൂടെ പോകുന്ന ദൈവജനത്തോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ശക്തമായി വിളിച്ചു പറയുകയാണ്, നിനക്കൊരു സന്തോഷമുണ്ട്, നിനക്കൊരു പ്രത്യാശയുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. യാക്കോബ് അവിടെ നിന്ന് ദൈവത്തോട് മല്ല് പിടിക്കുവാനായി, ദൈവദൂതനോട് മല്ല് പിടിക്കുവാനിടയായി. ദൈവനെ അന്നേരം തന്നെ അനുഗ്രഹിച്ചു. ഈ പകൽക്കാലം ദൈവത്തോട് പറയുന്നത്, ദൈവം എന്റെ അവസ്ഥകൾക്കൊരു മാറ്റം, എന്റെ തലമുറകൾക്കൊരു മാറ്റം വരുത്തും. ദൈവത്താൽ അല്ലാതെ മറ്റേ ആർക്കും കഴിയുകയില്ല. ദൈവത്താൽ അല്ലാതെ വീര്യം പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. യാക്കോബ് വളരെ സമർത്ഥനായിരുന്നു, യാക്കോബ് വളരെ ബുദ്ധിമാനായിരുന്നു. അതിന്റെ ജ്യേഷ്ഠനെ പോലും പഠിച്ചു കളഞ്ഞു.
ಆತನ ಅಣ್ಣನ ಕೂಡ ಆತನು അപ്പനെ പറ്റിച്ചു praise the Lord. ತಂದೆಯನ್ನು ಚೀಟ್ ಮಾಡಿದ, അച്ഛനെയും പറ്റിച്ചു praise the ಆ Lord. ತಂದೆಯನ್ನು ಚೀಟ್ ಮಾಡಿದ. ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ പറ്റിച്ചു വന്ന ಈ വ്യക്തിയാണ്. ರೀತಿ ಅನೇಕ ಜಾಗದಲ್ಲಿ ಆತನು ಚೀಟ್ എന്നാൽ അവസാനം താൻ മുട്ടുമടക്കുവാനിടയാ. ಕೊನೆಯದಾಗಿ ಆತನು ദൈവമേ, ഞാൻ എല്ലാവരെയും പറ്റിച്ചാണ് നടക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ല praise the Lord. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി പറയുകയാണ്. ಬೆಳಗ್ಗೆ ಸಮಯದಲ್ಲಿ ದೇವರ ಆತ್ಮನು ಹೇಳುವುದು, ദൈവങ്ങളെ മനുഷ്യനെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ಮನುಷ್ಯನನ್ನು ಚೀಟ್ ಮಾಡಬಹುದು, മനുഷ്യനെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ಚೀಟ್ ಮಾಡಬಹುದು. ആ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಮೊಳಕಾಲೂರಿಯ ಯಾಕೋಬನನ್ನು ದೇವರ ಆಶೀರ್ವಾದ ಮಾಡಿದನು. എത്ര പേർ ഇന്ന് പകൽക്കാലം ദിവസം ಎಷ್ಟು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಮನೆಯಲ್ಲಿ പൂർണ്ണമായി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ಪೂರ್ಣವಾಗಿ ಮನೆ ದೇವರ ಕರೆದಲ್ಲಿ കാരണം നമ്മളെ ക്ലേശിപ്പിച്ച ചില വർഷങ്ങളുണ്ട്. ನಮಗೆ ಕಷ್ಟವಾಗಿ ಇದ್ದ ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച ചില വർഷങ്ങളുണ്ട്. ಅನರ್ಥ ಬಂದಿರುವ ಕೆಲವು ವರ್ಷಗಳಿದೆ. ആ സംവത്സരങ്ങൾ തക്കവണ്ണം ഞങ്ങളെ ಆ സന്തോഷിപ്പിക്കും. ಕಷ್ಟ ಬಂದಿರುವ ರೀತಿ ನಮಗೆ ಸಂತೋಷ. ഞങ്ങളുടെ കുടുംബമായി നോക്കി ഒരു 10-15 വർഷം വളരെ തീച്ചുളയിലൂടെ ನಮ್ಮ കടന്നു. ಕುಟುಂಬವಾಗಿ ನೋಡುವುದಾಗಿದೆ 10-15 ವರ್ಷ ತುಂಬಾ യാക്കോബ് 25 വർഷം കഷ്ടപ്പെട്ടു. ಯಾಕೋಬ 25 ವರ್ಷ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു 15 വർഷമാണ് ഞങ്ങൾ ചക്രശ്വാസം വലിച്ചത്. ನಮ್ಮ ಜೀವನದಲ್ಲಿ 15 ವರ್ಷ ಈ ರೀತಿ ನಾವು ಸುತ್ತಿ ನಡೆಯುತ್ತಿದ್ದೆವು. എന്നാൽ ദൈവത്തോട് മല്ലുപിടിക്കുവാൻ തുടങ്ങി. ಆದರೆ ದೇವರ ಹತ್ರ അതിന്റെ അർത്ഥം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. ದೇವರ ಹತ್ರ ಪ್ರಾರ್ಥನೆ അതുവരെ ഈ കരയാത്ത ഞങ്ങൾ കരയുവാൻ. ಅದುವರೆಗೂ ಅಳುತ್ತಿಲ್ಲದೆ ಇದ್ದ ನಾನು അതുവരെ പൊതുവരുത്ത പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങൾ കരയുവാൻ തുടങ്ങി. ಅದುವರೆಗೂ ಸುಮ್ಮನೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಹೋಗಿದ್ದ ನಾನು കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി താഴോട്ട് ഒഴുകുവാൻ തുടങ്ങി. ಈ ರೀತಿ ಕಣ್ಣೀರು ಸುರಿಸಿ ನಾವು ಪ್ರಾರ್ಥನೆ ഇട്ട ഡ്രസ്സുകൾ നനയുവാൻ തുടങ്ങി. ಹಾಗೂ ವಸ್ತ್ರ ಅದು ಒಂದೇ ಅಷ್ಟೇ. ദൈവം പറഞ്ഞു മതി കരഞ്ഞതെന്ന് പറഞ്ഞു. praise the Lord. ಸಾಕು ಅಂತ. ഇന്ന് പകൽക്കാലം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ദൈവജനങ്ങളുണ്ട്. ಬೆಳಗ್ಗೆ ಸಮಯದಲ್ಲಿ ಅಳುತ್ತಾ ಇರುವ ದೇವರ ಮಕ್ಕಳಿದ್ದಾರೆ. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ದೇವರು ನಿಮಗೋಸ್ಕರ ಅದ್ಭುತವನ್ನು ಮಾಡುತ್ತಾನೆ. പലർക്കും പല വിഷയങ്ങളാണ് കരയാനുള്ളത്. ಅನೇಕರಿಗೆ ಅನೇಕ ವಿಷಯವಾಗಿದೆ. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്. ದೇವರ ಆತ್ಮ ಹೇಳುವುದು, ചിലരുടെ രോഗത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ರೋಗದ ಕುರಿತಾಗಿ യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ ಯೇಸು പോവുകയാണ്. ನಿಮ್ಮನ್ನು ಸೌಖ್ಯ ಮಾಡುತ್ತಾನೆ. നിങ്ങളെ ആ കരം ആ ഭാഗത്ത് വെച്ചാട്ടെ. ನಿಮ್ಮ ರೋಗವಿರುವ ಜಾಗದಲ್ಲಿ ನಿಮ್ಮ ಕರವಣಿಗೆ. ഞാൻ ഇന്നിവിടെ ഇരുന്ന സമയത്ത് ನಾನಿಂದು ಕೂತಿರುವ ഈ ಸಮಯದಲ್ಲಿ വാക്യത്തെ ഓർത്തപ്പോൾ ನಾನು ಈ ವಾಕ್ಯವನ್ನು എന്റെ രണ്ട് കാലിന് അല്പം സെൻസേഷൻ കുറവുണ്ട്. ನನ್ನ ಕಾಲಲ್ಲಿ ಸ್ವಲ್ಪ ಸೆನ್ಸೇಷನ್ ಕಡಿಮೆ ಇದೆ. കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാ ടെസ്റ്റും ചെയ്തപ്പോൾ മിക്കതെല്ലാം വലിയ കുഴപ്പമില്ല, നോർമലാണ്. ಅಲ್ಲಿ ನಾರ್ಮಲ್ ಆಗಿದೆ. എന്നാൽ കാലിന് അല്പം സെൻസേഷൻ കുറവ്. ಕಾಲಿಗೆ ಸೆನ್ಸೇಷನ್. ഞാൻ എല്ലാ ദിവസവും കരം വെച്ച് പ്രാർത്ഥിക്കും. ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രത്യേകം കൈവച്ച് പ്രാർത്ഥിക്കും. ಯಾವಾಗಲೂ ಕರವಿಕ್ಕಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ഇന്നലെ പ്രിപ്പറേഷൻ ഭഗവാൻ ഞങ്ങൾ ഈ വിഷയം അവിടെ പോയി സംസാരിച്ചു. കേട്ടോ, വിശ്വാസത്താൽ പ്രാർത്ഥിക്കുവാനിടയായി. ദൈവം സൗഖ്യമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആ ഭാഗത്ത് കരങ്ങൾ വെച്ചാണ് ഇപ്പോൾ ദൈവാത്മാവ് ശക്തമായി പറയുകയാണ്. ചില രോഗികൾ ഇവിടെ ഇരിപ്പുണ്ട്. പുറമെ കാണാവുന്ന രോഗമുണ്ട്, അകമയുള്ള ചില രോഗമുണ്ട്. അത് മനുഷ്യന് കാണുവാൻ കഴിയത്തില്ല. എങ്കിലും ദൈവം ഇന്ന് സൗഖ്യമാക്കുവാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാണ്. praise the Lord. ഓ, എല്ലാ കണ്ണുകളും അടച്ചാണ്. നിന്നെ തകർത്ത് കളയുമെന്ന് ശത്രു ഭാവിക്കുമ്പോൾ, നിന്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കുമെന്ന് ശത്രു ഭാവിക്കുമ്പോൾ, യേശു പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തുന്ന ദൈവമാണ്. നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആ രോഗ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാ കണ്ണുകളും അടഞ്ഞാണ്. praise the Lord. അത് കണ്ണുവേദന ആയിക്കൊള്ളട്ടെ, ഞരമ്പിന്റെ വേദനകൾ ആയിക്കൊള്ളട്ടെ, തലവേദന ആയിക്കൊള്ളട്ടെ, ഏത് രോഗമായിരുന്നാലും യേശു വിടുവിക്കുവാൻ പോകുകയാണ്. praise the Lord. അനുഭവിച്ച കഷ്ടത്തിനൊരു വിടുതലുണ്ടെന്ന് പകൽക്കാലം യേശു പറയുന്ന അതാണ്. praise the Lord. ഇന്ന് പകൽക്കാലം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് കേൾപ്പിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾക്ക്, നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് ഒരു പരിഹാരം കർത്താവിന് മാത്രമേ സംഗീതകാരൻ പറയുന്നത്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് അനർത്ഥം അനുഭവിച്ച സംവത്സരം. ನಮಗೆ ಬಂದಿರುವ ಕಷ್ಟ ಮತ್ತೆ ಅನರ್ಥದ ದಿನ. യോബിനോട് ചോദിച്ചാൽ യോബ് പറയും, ಯೋಬನ ಹತ್ರ ಕೇಳಿದ್ರೆ ಯೋಬ ഒരു കാലത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചതാണ്. ಒಂದು
ಕಾಲದಲ್ಲಿ ಸಂತೋಷದಿಂದ 10 ಮಕ್ಕಳೋട് ഒരുമിച്ച് സന്തോഷത്തോടെ 10 ജീവിച്ചത് ಮಕ್ಕಳ ಜೊತೆ ನಾನಿದ್ದೆ. തനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ಆತನಿಗೆಲ್ಲ ನಷ್ಟವಾಯಿತು. എല്ലാം നഷ്ടപ്പെട്ടു. ಎಲ್ಲ ನಷ್ಟವಾಯಿತು. 42 അധ്യായത്തിലേക്ക് വരുമ്പോൾ 42 ಚಾಪ್ಟರ್ಗೆ അയ്യോ ಬರುವಾಗ വീണ്ടും അവിടെ പ്രാർത്ഥിക്കുവാൻ ಮತ್ತೆ ಆತನು ಪ್ರಾರ್ಥನೆ നഷ്ടപ്പെട്ടതിനെയൊക്കെ ദൈവം മടക്കി കൊടുത്തു. ನಷ್ಟವಾಗಿರುವುದು ದೇವರು ತಿರುಗಿ ಕೊಡು. പ്രാർത്ഥന മാത്രം ഒറ്റ മരുന്നേ ഉള്ളൂ. ಪ್ರಾರ್ಥನೆ ಮಾತ್ರ ಅದೇ ಒಂದು ದೊಡ್ಡ അനേക രോഗത്തിന് അനേകം മരുന്നുകളുണ്ട് ഈ കാലത്ത്. ಅನೇಕ ರೋಗಕ್ಕೆ ಅನೇಕ ಔಷಧಿ. ഏത് രോഗത്തിനും മരുന്നുകളുണ്ട്. പ്രൈസ് ദി ಎಲ್ಲ ലോർഡ്. ರೋಗಕ್ಕೂ ಒಂದೊಂದು ಔಷಧಿ ಇದೆ. എന്നാൽ നമ്മുടെ വിഷയത്തിന് പ്രാർത്ഥന മാത്രമാണ്. ಔಷಧಿ ಪ್ರಾರ್ಥನೆ ಮಾತ್ರ. ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുക, വ്യാകുലിക്കുക, ದೇವರ കരയുക. ಸನ್ನಿಧಿಯಲ್ಲಿ ನಾವು ಕುಂತು ಪ್ರಾರ್ಥನೆ ഒരു ಮಾಡೋಣ. മടങ്ങി വരവ് നമുക്കുണ്ട്. പ്രൈസ് ദി ನಾವು ലോർഡ്. തിരിగి ಬರಬೇಕು. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിച്ചാണ്. ಜೋಯಲ್ 2:25. 2ನೇ ಅಧ್ಯಾಯ 25ನೇ ವಾಕ್ಯ. യോവേൽ 2:25. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഇതായിരുന്നു നമ്മുടെ പുതിയ വർഷത്തിലെ കുറിവാക്യം. ഉപവാസ പ്രാർത്ഥനയിൽ ಇದಾಗಿದ್ದು ನಮ್ಮ ಹೊಸ ವರ್ಷದ ವಾಕ್ಯ. നഷ്ടപ്പെട്ടതിനെ കർത്താവ് നൽകി തരും. ನಷ್ಟವಾಗಿರುವುದು ದೇವರು ತಿರುಗಿ ಕೊಡುತ್ತಾರೆ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചുമ്മാതെ കർത്താവ് നൽകി തരത്തില്ല. ಸುಮ್ಮನೆ ದೇವರು ಕೊಡುವುದಿಲ್ಲ. നമ്മുടെ വ്യക്തിപരമായ സന്തോഷം എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നില്ല. ನಮ್ಮ ವ್ಯಕ್ತಿಪರವಾಗಿನ ಸಂತೋಷ ಎಲ್ಲಾದ್ರೂ ನಷ್ಟವಾಗಿದೆ. കുടുംബമായി എവിടെയെങ്കിലും സന്തോഷം നഷ്ടപ്പെടുന്നു. ಕುಟುಂಬವಾಗಿ ಸಂತೋಷ ಎಲ್ಲಾದ್ರೂ ನಷ್ಟವಾಗಿದೆ. ദൈവം മടക്കി തരുന്ന ദൈവം. ದೇವರದು ತಿರುಗಿ ಕೊಡುತ್ತಾರೆ. സഭയായി എവിടെയെങ്കിലും സന്തോഷം നഷ്ടപ്പെടുന്നു. ಸಭೆಯಾಗಿ ಎಲ್ಲಾದ್ರೂ ಸಂತೋಷ ನಷ್ಟವಾಗಿ ദൈവം നമുക്ക് മടക്കി തരുന്ന ദൈവം. ದೇವರು ನಮಗೆ ತಿರುಗಿ ಕೊಡುತ್ತಾರೆ. വായിക്കേണ്ട ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ അവിടെ വായിക്കും. Galatians 5 ಇಂದ ಆ ಚಾಪ್ಟರ್ ಓದುವಾಗ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ ഓർപ്പിക്കുന്ന ഇതാണ്. ಅಪೊಸ್ತಲನಾಗಿರುವ ಪೌಲನು ದೇವರ ಸಭೆಗೆ ಹೇಳುವುದು, നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവുണ്ടാകും. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಾವು ತಿರುಗಿ ಬರಬೇಕಾಗಿದೆ. സമ്പൂർണമായ ഒരു മാറ്റം ഉണ്ടാകും. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಒಂದು ಪೂರ್ಣವಾಗಿ ಒಂದು change ಉಂಟಾಗಬೇಕು. നമ്മുടെ പ്രശംസ ക്രിസ്തുവിലായിരിക്കണം. ನಮ್ಮ ಪ್ರಶಂಸೆ ಕ್ರಿಸ್ತನಲ್ಲಿ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കണം. ಪವಿತ್ರಾತ್ಮನ ಅನುಸರಿಸಿ ಜೀವಿಸಬೇಕು. തന്നെത്താൻ ശോധന ചെയ്യണം. ನಮ್ಮನ್ನೇ ಶೋಧನೆ ಮಾಡಬೇಕು. അന്യോന്യം ഭാരം ചുമക്കുന്നവരായി. ಅನ್ಯೋನ್ಯ ಭಾರವನ್ನು ಹೊಂದುವರಾಗಿ. ഇനി അവിടെ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ 5ನೇ ಅಧ್ಯಾಯ 1ರಿಂದ ಓದುವಾಗ ദൈവമക്കൾ ദൈവസന്നിധിയിൽ എങ്ങനെ ആയിത്തീരണമെന്ന് കാണിക്കുന്നു. ದೇವರ ಮಕ್ಕಳು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಹೇಗಾಗಿರಬೇಕೆಂಬುದಾಗಿ അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിലായി മുന്നോട്ട് വരുമ്പോൾ ಆ ರೀತಿಯಾಗಿ ಮುಂದೆ ಹೋಗುವಾಗ നമ്മുടെ നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ ദൈവം നമുക്ക് മടക്കി. ನಮಗೆ ನಷ್ಟವಾಗಿ ಹೋಗಿರುವ ವರ್ಷ ದೇವರು ತಿರುಗಿ ಕೊಡುತ್ತಾರೆ. നമ്മുടെ നഷ്ടപ്പെട്ട എല്ലാ കർത്താവ് മടക്കി. ನಷ್ಟವಾಗಿ ಹೋಗಿರುವ ದೇವರು ದೇವರು ತಿರುಗಿ ಕೊಡುತ್ತಾರೆ. എല്ലാവരും ഒരു സമയം ദൈവസന്നിധിയിൽ എണീറ്റ് ಎಲ್ಲರೂ ಒಂದು ನಿಮಿಷ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಇಟ್ಕೊಳ್ಳೋಣ.